ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പുംപുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നെത്തലി മീൻ ഫ്രൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതിന് കൊഴുവ എന്ന് പറയും, പിന്നെ തൃശ്ശൂരൊക്കെ ചൂട എന്നും പറയും. അപ്പോൾ ഇതിന് വേണ്ടുന്ന മസാല എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്കൊരു 15 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. 2-3 കുഞ്ഞു കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി. ഇനി പൊടികൾ ചേർക്കണം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം. കറിവേപ്പില നന്നായിട്ട് അരയണ്ട. ഇനി ഇത് മീനിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം മീനിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ മസാല ചേർത്ത് നന്നായിട്ട് കൂട്ടി തിരുമ്മി യോജിപ്പിക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആദ്യം നന്നായിട്ട് ഫ്ലെയിം കൂട്ടി ചൂടാക്കുക. അതിന് ശേഷം സിമ്മിൽ വെച്ചതിന് ശേഷം മീനുകളൊക്കെ ഇട്ട് കൊടുക്കുക. എല്ലാം ഓരോന്നായിട്ട് നിരത്തി കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ മീനുകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് നേരം മൂടി വെച്ച് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരിക. മസാലയുടെ സ്മെല്ലൊക്കെ നല്ല സ്മെല്ലാണ് നമുക്ക് കിട്ടുക. ഇനി എല്ലാം മറിച്ചിടുക. ഈ കറിവേപ്പില ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് മറിച്ചിടാൻ സാധിക്കും. നമ്മൾ മീൻ വറുക്കുമ്പോഴൊക്കെ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മറിച്ചിടാൻ എളുപ്പമാണ്. മീൻ മറിച്ചിട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ മസാല ഉണ്ടാക്കി മീനൊന്ന് ഫ്രൈ ചെയ്ത് എല്ലാവരും നോക്കുക. താങ്ക് യു.